വെൽക്കം ടു ടുഡേസ് വ്ളോഗ്. എന്താ എന്തെങ്കിലും പറയടാ, ഞങ്ങൾ വണ്ടി ഓടിക്കണതാണ്. വി ആർ ഗോയിങ് ടു തൃപ്പൂണിത്തുറയിൽ അത്തനഗറിൽ പോകണാണ്. വണ്ടിയിൽ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നതാണ് ഗൈസ്. റെപ്യൂട്ടേഷൻ ഇല്ലാതെ ഞങ്ങൾ റെപ്യൂട്ടേഷൻ ഉണ്ടെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് ഗൈസ്. അത് കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താണ് അതിനെ ചടുപ്പൊന്നുമില്ല ഗൈസ്. നീ എന്തെങ്കിലും പറഞ്ഞു ധൈര്യമായിട്ട്. എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. നമ്മൾ തൃപ്പൂണിത്തുറ അത്തനഗറിലേക്ക് പോവുകയാണ്. അവിടെ പരിപാടി നടക്കുന്നുണ്ട്. ഇന്നാണ് അത്തനഗർ ഇന്ന് അത്തനഗറിൽ നടക്കാൻ പോയപ്പോൾ ഞാൻ ടി വിയിലൊക്കെ വന്നു. എന്ത് ചെയ്യാനാ, ഫേമസ് ആണ്. എന്നിട്ട് ഇന്നൊരു സന്തോഷ നിമിഷമായിരുന്നു ടി വിയിലൊക്കെ വന്നപ്പോൾ. അപ്പോൾ നമ്മൾ രാത്രിയാണ്. മന്തി വാങ്ങിക്കാൻ കാശില്ല. EMI മന്തി വേണമെങ്കിൽ വാങ്ങിക്കാം. അതെ അതെ, അതല്ലാതെ ഞങ്ങളുടെ ദുട്ടൊന്നുമല്ല. ഞങ്ങൾ വെറുതെ കാണാൻ പോകുന്നതാണ്. നമ്മൾ വലിയ അതെ അതെ പല ആൾക്കാരെയും കാണുന്നു. അതെ, അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അത്തനഗറിൽ എത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ കാണാം. അത്യാവശ്യ കേജികളുടെ അത്യാവശ്യ പ്രകടനങ്ങൾ ഇന്നത്തെ കാഴ്ചയ്ക്ക് മറ്റോടെ കാണുകയാണ്. ഇന്നത്തെ കാഴ്ചയ്ക്ക് മറ്റോടെ കാണുക വേണ്ടത് ടിക്കറ്റ് കൗണ്ട് ടിക്കറ്റ് കരസ്ഥമാക്കുക. ടിക്കറ്റ് ഇവിടെയാണ്. ഇവിടെ നീ ഏത് സാധനത്തില് കയറിയെന്ന് പറഞ്ഞു? ഗോപ്രോ പിടിപ്പിക്കാനോ? ഈ തോണിയിലാ? വൈകവലിന്റെ അങ്ങറ്റത്ത് മൂലക്ക് ബാക്കിലത്തെ ഷർട്ട് നോക്കി. ബാക്കിലാ ചേട്ടൻ്റെ ഷർട്ട് നോക്കി. കാണാൻ പറ്റണല്ലോ. അവിടെ അല്ല. വായിക്കപ്പൽ ഇന്ന് രാവിലെയാണ് കയറിയത്. രാവിലെ അല്ലേ കയറി? ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ഇതിൽ കയറിയിട്ട്? അടിപൊളിയായിരുന്നു. അയ്യോ, ആ അറ്റം വരെ കൊണ്ടുപോകും. തുഞ്ചാനത്ത് എത്തിക്കൂലത്. അറ്റം വരെ കൊണ്ടുപോകും. കൊണ്ടുപോകണുണ്ടോട്ടോ. സ്റ്റാർട്ടിങ് ആണല്ലേ? നേരെ 90 ഡിഗ്രി വരും തോന്നുന്നുള്ളത്. എലിയില്ലേ, എലിയുടെ അവിടെ വരും. ഇന്നലെ ഞാൻ ആ പള്ളിയുടെ അതിക്കടെ കടന്നു പോയില്ലേ. പള്ളിയുടെ അതിക്കടെ പോയപ്പോൾ ഒരു കാർന്നൂര് വന്നിട്ടുണ്ട്. യൂട്യൂബറാണ്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നേട്ട ഞാൻ ഫേമസ് അല്ല, ചെറിയൊരു യൂട്യൂബറാണെന്ന് പറഞ്ഞു. അവനാണെങ്കിൽ തുടങ്ങി. ആൾക്കാരൊക്കെ നല്ല അലറി പൊളിക്കണ്ടല്ലോ അല്ലേ? പൊളിയാണല്ലോ. എത്ര രൂപ അതിൽ കയറാനായിട്ട്? അറിയില്ല. ആരാ കാശ് കൊടുത്ത്? നമുക്ക് അപ്പുറത്തേട്ട് നീങ്ങിയാലോ. വാ, നീ പിടിക്കും എൻ്റെ കൈ. നല്ല സ്ക്രീൻ. കപ്പലിൻ്റെ വേണോടാ എനിക്ക്? കപ്പലണ്ടി വേണ്ടേ? വെരി ഗുഡ്, നല്ല തീരുമാനം. കപ്പലിൻ്റെ ഒന്നും വേണ്ട. ഈ പുകർന്ന് കണ്ട ആൾക്കാർ മൊത്തം ഇതിൽ കയറാൻ നിൽക്കണേയല്ലോ. എത്ര സമയമുണ്ട് ഈ റൈഡിൽ? എത്ര സമയം നമുക്ക് കയറാം? 1 മിനിറ്റാ ഉണ്ടാവും. മിനിറ്റേ ഉള്ളൂ. നമുക്കെന്നാ അങ്ങോട്ട് പോവാം.
അച്ചൊക്കെ ഉണ്ട്, അച്ചി. ഇതും അടിപൊളിയാണ്. ഇതല്ല ഒരു റീല് ഒരു പുള്ളി നിക്കറൂര് പോണ കാണ. ഇത് അടിപൊളി. ഇത് കണ്ട നിക്കറൂര് പോണ ഒരു വൈബാണല്ലോ. ഇതിനൊന്നും വലിയ സേഫ്റ്റി ഇല്ലാത്ത പരിപാടി കണ്ട. തെറിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. തെറിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് രോഗം. അതാണ് കുഴപ്പം. സേഫ്റ്റി ഒന്നും ഇല്ല നമുക്ക്. ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ വലിയ ശല്യമില്ല. കൈ അധികം പൊക്കണ്ട. അതിന് കയറിയല്ലേ ഷൂക്കുട്ടി പേടി. കടകളൊക്കെ ഉണ്ടല്ലോ. ഈ പിള്ളേരുടെ സാധനത്തിലൊന്നും ഇത്ര സേഫ്റ്റി ഇല്ലാതെ എങ്ങനെയാണല്ലോ ഇവര്. വീട്ടിൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ടൊക്കെ ഒക്കെയാണ്. ഇവിടുന്ന് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് ഇങ്ങനെ ആഗ്രഹമുണ്ട്. നമ്മുടെ മഴക്കിണറിൻ്റെ ഉള്ളിൽ മഴക്കിണറിൻ്റെ ഉള്ളിൽ കയറണമെന്ന്. കാറുണ്ടോ? ഇതാ ടിക്കറ്റ് ഇവിടെയാണ്. കണ്ടവർ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണ്. ബുള്ളറ്റൊക്കെ ഉണ്ടല്ലോ. ബുള്ളറ്റ് ഉണ്ട്, മാരുതി ഉണ്ട്, പഴയ സാമുറായി ഉണ്ട്. വൈബായിട്ടുണ്ട്, ചുമ്മാ പൊളിയായിട്ടുണ്ടല്ലേ. ഭയങ്കര റിസ്കി ഉണ്ട് ഇതൊക്കെ, ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന പരിപാടികളൊക്കെ. ഒരു കണ്ണനെ കൂടി വെക്കാറ്, പിന്നെ ഒട്ടും ആൾക്കാർ ശ്രദ്ധിക്കൂല. ഒരു സേഫ്റ്റി ഇല്ലല്ലോടാ അതിൽ. മേളിൽ ചെന്നിട്ട് കൈവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ കിടക്കും അല്ലേ. എന്താണെന്നറിയില്ല, ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ പിന്നെ സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മിനിമം ഒരു ഹെൽമെറ്റെങ്കിലും നമ്മളെപ്പോഴും വെച്ചോണ്ട് അല്ല സീപ്പ, മിനിമം ഒരു ഹെൽമെറ്റെങ്കിലും നമ്മളെപ്പോഴും ധരിച്ചോണ്ടിരിക്കണം. ഇവന്മാര് കൊണ്ടുപോകണം, കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും അറ്റം വരെ കൊണ്ടുപോകണം. ഏറ്റവും അറ്റം വരെ കൊണ്ടുപോകണ്ടല്ലോ. ഇനിയും കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറങ്ങി തിരിഞ്ഞിരിക്കും. കാട്ടിത്തരം ബോയ്സ്. ഇനിയും കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമന്ന് തിരിഞ്ഞ് താഴ്ത്തിട്ട് റോക്കി ബൈക്ക് നോക്കി അവിടെ ആരെ നിൽക്കണ അവിടെ. ഇവിടുത്തെ ആളാ, ഇവിടെ എന്താ ഒരു പ്രാന്ത. കാട്ടിത്തരാം, സൂം ചെയ്യട്ടെ. എന്തോന്നോ കാട്ടറ. ഒരു പുള്ളി നിൽക്കണുണ്ടോ? എന്താണ് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റൂല. വേണ്ട, ആൾക്കാരൊക്കെ റോക്കി ബോയാണ് മോനെ. റെക്കോർഡ് ആൾക്കാരുള്ളപ്പോൾ റെക്കോർഡ് ചെയ്യാറുന്നില്ല.
നമ്മളിപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞപ്പോഴല്ലേ എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ എടുക്കാനും യൂട്യൂബിൽ ഇടാനൊക്കെ അല്ലേ. പക്ഷേ ആൾക്കാരൊന്നും എടുക്കണില്ല. ആൾക്കാരൊക്കെ ഭയങ്കര ഷൈയാണ്. ആൾക്കാരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട് ആരും എടുക്കണില്ല. നമുക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഷൈ ആയിട്ട് ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഇപ്പോൾ ഡെഡ്, ഹി വിൽ ബി ഡെഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി സം ഇയർ. കുറച്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഡെഡാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയൊക്കെ നമ്മൾ ചെയ്യാം. ബാക്കിയുള്ളവർ വിചാരിക്കുന്നത് മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതെ മാറ്റി വയ്ക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അല്ലാതെ നമ്മൾ കുറച്ച് റീല് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് ചോദിച്ചോട്ടോ. ഒരു റീല് കണ്ടു കഴിയുമ്പോഴേക്കും നമ്മളൊരു മൂടാവും. അത് കഴിയുമ്പോഴേക്കും വേറെ റീല് കാണുമ്പോഴേക്കും നമ്മൾ അതേപോലെ ആവും. വേറെ റീല് കാണുമ്പോഴേക്കും വേറെ പോലെ ആവും. അതായത് നമ്മളിങ്ങനെ ഓരോന്ന് കാണുമ്പോഴേക്കും മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോ കണ്ടല്ലേ ആൾക്കാർ സംസാരിക്കണം കണ്ടിട്ട് മോട്ടിവേറ്റ് ആവണാക്കാൻ പകരം നമുക്കൊരു കാര്യം ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾക്ക് ആ മോട്ടിവേഷൻ ഉള്ളിൽ നിന്ന് വരുവാണെങ്കിൽ ഫ്രം ഇൻസൈഡ് വരുവാണെങ്കിൽ ഇതാ നാട്ടുക നമുക്ക് ആ മോട്ടിവേഷൻ ഉള്ളിൽ നിന്ന് വരുവാണെങ്കിലല്ലേ, മോട്ടിവേഷൻ ഉള്ളിൽ നിന്ന് വരുവാണെങ്കിൽ നമുക്ക് കുറേ നാൾ ലാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം ലാസ്റ്റ് ചെയ്യില്ല. പലക്കും പാട്ടുണ്ടല്ലോ അവിടെ, പാട്ടുപരിപാടിയാണല്ലോ അവിടെ. നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാതെ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ, ഫ്രം വിത്തിൻ. പിന്നെന്താണ്, പിന്നെ ഓവർ കോൺഷ്യസ് ആണ് ആൾക്കാർ. പാനിപ്പൂരി കഴിക്കാൻ ചിക്കിലി വേണം, ചിക്കിലി എല്ലാം ഫിനിഷ്. അപ്പോൾ ഓവർ കോൺഷ്യസ് ആണ് ആൾക്കാർ. ഈ കോൺഷ്യസ് ആവണതൊക്കെ അവരുടെ സേഫ്റ്റിയുടെ കാര്യത്തിലും ബാക്കിയുള്ള എന്തെങ്കിലും ഫിനാൻഷ്യൽ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കണമല്ല, അവനെന്ത് വിചാരിക്കും അവളെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ എടുക്കാതിരിക്കുക. അതൊക്കെ ശോകം പരിപാടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സീപ്പിനെന്താ പറയാനുള്ളത്? സീപ്പിന് അത് തന്നെ പറയാനുള്ളത്. സീപ്പ് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് കേട്ടോ. സീപ്പിനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ സീപ്പിന് എല്ലാത്തിനുമായിട്ടുള്ള ഉത്തരവുണ്ട്. പൂർണ്ണത്രേഷനെ കാട്ടിയടാ. നമ്മളപ്പോൾ വണ്ടി ഓടിച്ച് പൂർണ്ണത്രേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് തൊഴുതേക്കാം. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ഞാനിവിടെ നിർത്തണേ ഉണ്ടോ? 1 മിനിറ്റ്. കുറച്ച് ഭക്തിയൊക്കെ വേണം നമുക്ക്. ഭക്തി ജീവിതത്തിൽ വളരെയധികം നല്ലതാണ്. ഭക്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഭക്തി ഇല്ലാത്തവരോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. യൂണിവേഴ്സ് ഹാസ് സോ മെനി തിങ്സ് വിച്ച് ഡസൻറ്റ് ഹാവ് ആൻസേഴ്സ്. നമ്മൾ ആ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടാത്ത അല്ലെങ്കിൽ നമ്മുടെ ചിന്താശക്തിക്കും നമ്മുടെ അറിവിനും അപ്പുറത്തായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്കൊരിത്തിരി ദൈവവിശ്വാസം ഉള്ളത് നല്ലതാണ്. കാരണം എൻ്റെ ഒരു ചിന്താഗതി അനുസരിച്ചിട്ട് ദൈവവിശ്വാസം നമ്മുടെ ചാൻസ് ഇൻക്രീസ് ചെയ്യും. പോസിബിലിറ്റി ഫോർ ഗെറ്റിങ് എ പ്രോപ്പർ കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഇൻക്രീസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാം. കാരണം നമ്മൾ കൂടുതൽ ഒരു കാര്യത്തിലായിട്ട് ഫോക്കസ് ചെയ്യുന്നു, കൂടുതൽ ഒരു കാര്യത്തിലായിട്ട് നമ്മൾ നമ്മുടെ മനസ്സ് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ അത്രയധികം
എന്ത് കാര്യത്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിലായിട്ട് നമ്മൾ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ കാര്യം നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇവിടെ കാരണം നിന്റെ കൂട്ടുകാരനാണോ? സീപ്പിൻ്റെ ഫ്രണ്ടാണോ? ഊഫ്. നമുക്ക് ഇതിൻ്റെ ഇവിടെ ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഒന്ന് സ്കൂട്ടാവാല്ലേ? ഓക്കെ, നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ ഇപ്പോൾ എവിടെ എത്തിയാ? ബ്രിട്ടീഷുകാർ പണിത പാലത്തിൻ്റെ അടുത്ത്, ഇരുമ്പ് പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് തൃപ്പൂണിത്തുറയുള്ള ഒന്ന് കാട്ടിയടാ. തിരിക്കി നമ്മളിപ്പോൾ കയറാൻ പോണ ഈ പാലം ഉണ്ടല്ലോ, ഈ പാലം പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതാണ്. അതുകൊണ്ട് ഇപ്പോഴും പൊളിയാതെ നിൽക്കുന്നുണ്ട്. നമ്മളെങ്ങാനിപ്പോൾ ഇതേപോലത്തെ ഒരു പാലം പണിതിട്ടുണ്ടായിരുന്നെങ്കിലേ അടുത്ത മാസം തന്നെ നെട്ടും ബോൾട്ടൊക്കെ തുരുമ്പെടുത്ത് ദ്രവിച്ച് പാലം വെള്ളത്തിൽ മുങ്ങിപ്പോയേനെ. പക്ഷേ അവന്മാർ നല്ല സെറ്റപ്പായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് പണിത കാരണം ഇപ്പോഴും നിലനിൽക്കണം. നമ്മളിവിടുത്തെ ഓരോ പാലത്തിൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാമല്ലോ. അല്ല ദീപേ, ഫുൾ ടോട്ടൽ ലോസ് സംഭവിച്ച രീതിയിലാണ് നിൽക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ തിരിച്ച് ദീപിൻ്റെ അമ്മിനിക്കാരനെ കാണാൻ പോണേണ്ട. ദീപ് പാൻറ്റ് റെൻ്റലിൽ എടുത്തേക്കിട്ടുണ്ട്. എല്ലാം റെൻ്റലാണ് ദീപ്. ഷർട്ട് റെൻ്റല്, പാൻറ്റ് റെൻ്റല്, അതാണ് ദീപ്. നമ്മൾ സ്വന്തമായിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കൂട്ടുകാർ റിച്ച് ആണെങ്കിൽ നമ്മൾ റിച്ച്, അല്ലെങ്കിൽ നമ്മൾ റിച്ച് അല്ല. അത് വെറുതെ കണ്ടത് ഇപ്പം. നമ്മൾ റിച്ച് ആണെങ്കിൽ നമ്മൾ റിച്ച്, നമ്മുടെ കമ്പനിക്കാർ റിച്ച് ആണെങ്കിൽ അവർ റിച്ച്. എനിക്കങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. നീ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ കമ്പനിക്കാരെ സഹായിക്കണം, നമ്മുടെ കമ്പനിക്കാരുടെ കൂടെ എപ്പോഴും നിൽക്കണം, എല്ലാത്തിനൊക്കെ ഉണ്ടാവണം. പക്ഷെ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. കാരണം ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ കമ്പനിക്കാരനേക്കാൾ കൂടുതൽ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ആരും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ അത്ര അധികം കമ്പനി ആയിരിക്കണം. അങ്ങനത്തെ കമ്പനിക്കാരില്ലാന്നല്ല, വളരെയധികം ചുരുക്കമാണ്. നമ്മളെല്ലാവരുടെയും പുറകെ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യമൊക്കെ ഷോക്കായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എൻ്റെ വായിൽ കൊണ്ടു നട്ടതാണല്ലോ നീ ക്യാമറ വെച്ചേക്കണം. ഇപ്പം എടാ ദീപ ഇത്തിരി സ്റ്റൈലിഷ് ആയിട്ടൊക്കെ എന്നെ ഒന്ന് പോർട്രേ നീ. ഇതൊക്കെ ഇത്രയൊക്കെ കിട്ടുള്ളൂ. കുറച്ചൊരു പാട്ട് കേൾക്കാമല്ലോ അവിടെ പോയിട്ട്. ഇന്ന് നമ്മൾ അത്തം ഫസ്റ്റ് ഡേ കാരണം ഇവിടെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഡേ ഓഫ് അത്തം ഇന്നാണ് നമ്മൾ ആ പൂക്കളിടാൻ സ്റ്റാർട്ട് ചെയ്യണത്. അത്തം 10 ഓണമാണ്. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് നമ്മൾ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവും വീട്ടിൽ, സദ്യയൊക്കെ ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് നമുക്ക് വലിയ പ്രോപ്പർ പ്ലാനൊന്നുമില്ല. കാരണം നമ്മൾ പ്ലാനുകൾ അധികം ഇപ്പോൾ വയ്ക്കാറില്ല. നമ്മുടെ പ്ലാനൊന്നും നടക്കാറില്ല. അത് കാരണം നമ്മൾ ചെറിയ പ്ലാനുകൾ. ഇവിടെ നിന്ന് ചായ കുടിക്കാൻ പോകുന്നു, ചെറിയ ചായ കുടിക്കുന്നു, തിരിച്ചു വരുന്നു, അതൊക്കെയാണ് ഈ നടക്കേണ്ടത്. അല്ലാതെ വലിയ പ്ലാനുകൾ വെച്ചിട്ട് ഒക്കെ നമ്മുടെ പാളി പോകണലാണ് സാധാരണ സംഭവിക്കാറ്. ഇപ്പോൾ നമ്മുടെ പ്ലാനിങ് കറക്റ്റ് അല്ലാത്ത പറഞ്ഞായിരിക്കില്ല. ഇപ്പം എടാ